Hi everyone, welcome back. This is Rashid from Motives Academy, Cheruppalasheri. വെബ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും ബേസിക് ടൂളായിട്ടുള്ള HTML എന്ന് പറയുന്ന ടൂളിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് പറയുക. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് ബ്രൗസറുകൾ, അത് ഏതോ ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, മോസില്ല ആയിക്കോട്ടെ, ഫയർഫോക്സ് ആയിക്കോട്ടെ, സഫാരി ആയിക്കോട്ടെ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, എഡ്ജ് ആയിക്കോട്ടെ, ഏത് വെബ് ബ്രൗസറിനെ കൊണ്ടും എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യിക്കാനുള്ള ഒരു സെറ്റ് ഓഫ് കോഡിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുക. അപ്പോൾ ആ ഒരു സെറ്റ് ഓഫ് കോഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കമാൻഡിൻ്റെ ബേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആ കമൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാഗുകൾ എന്ന് പറയുന്നത്. HTML വരുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും കമൻറ്റ്സ് എന്ന് പറയില്ല, HTML ടാഗ് എന്നാണ് നമ്മൾ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ HTML ടാഗ്, ഓരോ HTML ടാഗിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കുകളാണ് ഉണ്ടാവുക. ഒരു അണ്ടർലൈൻ യു എന്ന് പറയുന്ന ഒരു ടാഗ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ സെൻറ്റൻസിനെ അണ്ടർലൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത്തരത്തിൽ കോഡ് എഴുതിയിട്ടുള്ള ഒരു ടാഗുകളെ കുറിച്ചാണ് നമ്മൾ HTML ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആ HTML ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്ന പുതുതലമുറയുടെ വെബ്സൈറ്റുകളായാലും പഴയ വെബ്സൈറ്റുകളായാലും ഏത് വെബ്സൈറ്റുകളും ചെയ്തിട്ടുള്ളത് ഈ HTML ടാഗുകൾ യൂസ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇത് ഗൂഗിൾ ക്രോമിൻ്റെ ഒരു വെബ് ബ്രൗസറാണ് അല്ലേ, എല്ലാവർക്കും പരിചയമുള്ള, എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വെബ് ബ്രൗസറാണ് എന്ത്, ഗൂഗിൾ എന്ന് പറയുന്നത്. ഈ ഗൂഗിളിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ്, ഇവിടെ ജിമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റ് കാണാൻ വേണ്ടി പറ്റും. അതിനെ നമ്മൾ പോയിന്റ് ചെയ്യുന്ന സമയത്ത് അതിലൊരു അണ്ടർലൈൻ വരും. അതുപോലെ തന്നെ ഇമേജസ്, ഇവിടെ ഐക്കൺസ്, ഇവിടെ മെനൂസ് ഉണ്ട്. പിന്നെ ഇവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു സെർച്ച് ബോക്സ് ഉണ്ട്. ഇവിടെ ഒരുപാട് ഐക്കൺസ്, നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ഐക്കൺസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള ഈ ഒരു വെബ് ബ്രൗസറിൻ്റെ ഈ ഒരു ബോഡി പാർട്ടിൽ, അതായത് ബോഡി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റ് കളർ കാണുന്ന ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഇതിൻ്റെ ബോഡി എന്ന് പറയുക. വെബ് ബ്രൗസറുകളുടെ ബോഡി എന്ന് പറയുക. ഈ ഒരു ബോഡിയിൽ ഡിസ്പ്ലേ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങളെ നമ്മൾ കീബോർഡ് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് ടൈപ്പ് ചെയ്യുന്നതല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ വേർഡ് എടുത്തു, MS വേർഡ് എടുത്തു അല്ലേ. ഈ MS വേർഡിൽ നമുക്ക് എന്തെങ്കിലും ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ബോഡിയിൽ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഡയറക്റ്റ് ആയിട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ടിൽ പോവാം. ഷേപ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷേപ്പിന് നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ബട്ടനാണ് നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ബട്ടൻ്റെ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെന്താണ്, നമുക്കൊരു ഫിൽ കളർ കൊടുക്കാൻ വേണ്ടി പറ്റും. ഒരു ഗ്രീന് കൊടുത്തു. അതിന് ഔട്ട്ലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ്, ഒരു ഔട്ട്ലൈൻ നമുക്ക് എന്താണ് ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഇത്തരത്തിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, MS വേർഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബോഡിയിൽ ഡാറ്റാസ് വരുത്താൻ വേണ്ടി പറ്റും. എന്നാൽ ഒരു വെബ് ബ്രൗസറിനെ സംബന്ധിച്ചിടത്തോളം ത്രൂ കീബോർഡ് യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ കീബോർഡ് യൂസ് ചെയ്ത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു വെബ് ബ്രൗസറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബോഡിയിൽ നമുക്ക് എന്തിന് കഴിയില്ല, ഡയറക്റ്റായിട്ട് ഡാറ്റാസിനെയോ ഇൻഫർമേഷൻസിനെയോ കൊണ്ട് വരാൻ കഴിയില്ല. അത്തരത്തിൽ വെബ് ബ്രൗസറുകളുടെ ബോഡിയിൽ എന്തെങ്കിലും ഡാറ്റാസോ ഇൻഫർമേഷൻസോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, HTML എന്ന് പറയുന്ന ആ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കെന്താണ്, നമുക്ക് ഡാറ്റാസ് ത്രൂ കീബോർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. എങ്ങനെ ടൈപ്പ് ചെയ്യാം, അപ്പോൾ നമുക്ക് അതിൻ്റെ ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് എന്ത് കഴിയില്ല, അതിൻ്റെ ബോഡിയിൽ ഒരു എന്തെങ്കിലും കണ്ടൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കീബോർഡ് യൂസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്തിട്ടോ ഇമേജിനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഈ ഒരു ബോഡിയിലുള്ള കണ്ടൻറ്റുകളെ വരുത്താൻ വേണ്ടി കഴിയില്ല. സോ
ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, HTML യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു ടേക്ക് അവേ. സോ അത്തരത്തിലുള്ള ഒരു HTML സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മളുടെ ലാപ്ടോപ്പ് ആയാലും ഡെസ്ക്ടോപ്പ് ആയാലും ഏത് കമ്പ്യൂട്ടർ ആയാലും നമുക്ക് എന്താണ്, അതിൽ ബേസിക്കായിട്ട് എല്ലാ ഇതിലും കാണുന്ന ഒരു സംഭവമാണ് നോട്ട് പാഡ് എന്ന് പറയുന്ന സംഭവം. ഇതാണ് നോട്ട് പാഡ്. ഓക്കെ, ഈ നോട്ട് പാഡിലാണ് നമ്മൾ എന്ത് എഴുതുന്നത്, ആദ്യമായിട്ട് നമ്മളൊരു കോഡ് എഴുതുകയാണെങ്കിൽ നമ്മൾ എഴുതുക നോട്ട് പാഡിലാണ്. സോ ഈ നോട്ട് പാഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ എഴുതാൻ വേണ്ടി പറ്റും. സോ നമ്മളുടെ ഒരു പേജാണ് ഇവിടെ ഇത് തന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ ഫേസ്ബുക്ക് പേജാണ് OTS അക്കാഡമിയുടെ. അപ്പോൾ ഇതിൽ ഇത്തരത്തിലുള്ളൊരു കണ്ടന്റ് ഇവിടെ വന്നിട്ടുണ്ടല്ലേ, ഹൗ ഹെൽത്തി ഈസ് യുവർ പേജ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടെക്സ്റ്റ്, ഒരു പാരഗ്രാഫ് ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു കണ്ടന്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രീൻ ബാർ വന്നിട്ടുണ്ട്. അതിൽ വേറൊരു പാരഗ്രാഫ് ഇങ്ങനെ തന്നിട്ടുണ്ട്. 2 ബട്ടന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ പറയപ്പെട്ട സംഭവങ്ങളൊക്കെ നിൽക്കുന്നത് ഒരു പാരൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഉള്ളിലാണ് അല്ലേ. ഇത്തരത്തിലുള്ള ഒരു സംഭവം നമ്മളുടെ വെബ് ബ്രൗസറിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം, എത്ര സിമ്പിളാണെന്നുള്ളത്. അതിനു മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, HTML ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ടാഗ്, അതായത് HTML യൂസ് ചെയ്യുന്ന കമാൻഡ്സുകളെ നമ്മൾ ടാഗ് എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആ ടാഗുകൾ നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മളെന്താണ്, ഒരു ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫസ്റ്റ് ടാഗ് എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടാഗ് നമ്മളെ എപ്പോഴും എന്തായിരിക്കണം, HTML എന്നായിരിക്കണം. എന്താണ്, HTML എന്നായിരിക്കണം. HTMLൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, HTML ടാഗുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു ടാഗിന് എപ്പോഴും ഒരു ഓപ്പണിംഗ് ടാഗ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ HTMLൻ്റെ ഓപ്പണിംഗ് ടാഗ് നമ്മൾ കണ്ടു, ഇങ്ങനെയാണ് HTML ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ക്ലോസിംഗ് ടാഗ് എന്താണ്, ഫ്രണ്ട് സ്ലാഷ് ഇട്ട് HTML എഴുതി നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. HTMLൻ്റെ ബേസിക് സ്ട്രക്ചർ ഇങ്ങനെയാണ്. HTML ഓപ്പൺ ചെയ്ത് HTML ക്ലോസ് ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വെബ് ബ്രൗസർ മനസ്സിലാക്കുക എന്താ വെച്ചാൽ, HTML എന്ന് പറയുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഇവിടെ തുടങ്ങി ഈ ഒരു ഭാഗത്ത് അവസാനിക്കുന്നു. സോ വെബ് ബ്രൗസർ എന്ത് ചെയ്യും, ഇതിൻ്റെ ഓപ്പണിംഗ് ടാഗിൻ്റെയും ക്ലോസിംഗ് ടാഗിൻ്റെയും ഉള്ളിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളെയും HTML ആണ് എന്ന് കൺസിഡർ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യും വെബ് ബ്രൗസർ. അത് ഓട്ടോമാറ്റിക്കായിട്ട് ബിഹൈൻഡ് ദ സീന് നടക്കുന്ന ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള പരിപാടികളാണ്. ഇനി അടുത്ത ടാഗ് നിർബന്ധമായിട്ടും നമ്മൾ എഴുതേണ്ടത് ഹെഡ് ടാഗാണ്. ആ ഹെഡ് ടാഗിനും എന്തുണ്ട്, ഒരു ഓപ്പണിംഗ് ടാഗും ഒരു ക്ലോസിംഗ് ടാഗും ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക, ഓപ്പൺ ചെയ്തത് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടു. ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക, ഇതിനെങ്ങനെ ക്ലോസ് ചെയ്യുക, നമ്മൾ ഹെഡിങ് ടാഗിനെ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഈ ഹെഡിങ് ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ നിർബന്ധമായും ഡിഫൈൻ ചെയ്യേണ്ട ഒരു ടാഗാണ് ടൈറ്റിൽ. ടൈറ്റിലിൽ നമ്മൾ ഓപ്പൺ ചെയ്തു, ആ ടൈറ്റിലിനെ നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളുടെ വെബ് ബ്രൗസറിൻ്റെ ബോഡി പാർട്ടിൽ വരേണ്ട സംഭവങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ബോഡി ഡിഫൈൻ ചെയ്തു. അതിനുശേഷം ബോഡി നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. സോ ഇതാണ് HTMLൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. ഇനി നമ്മുടെ വെബ് ബ്രൗസറിൻ്റെ ഈ ബോഡി പാർട്ടിൽ ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസിൻ്റെ ഈ ഒരു പാർട്ടിൽ എന്തെല്ലാം ആണോ നമുക്ക് വരുത്തേണ്ടത് അത് കംപ്ലീറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണ്, നമ്മളുടെ ബോഡിയുടെ ഓപ്പണിംഗ് ടാഗിൻ്റെയും ക്ലോസിംഗ് ടാഗിൻ്റെയും ഇടയിലാണ്. അതുപോലെ തന്നെ ഹെഡിങ് ടാഗുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ടൈറ്റിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ HTMLനെ കുറിച്ച് പഠിച്ച് വരുന്ന സമയത്ത് നമുക്കെന്താണ്, ഹെഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സ്ക്രിപ്റ്റ് ടാഗുകൾ ഉണ്ടാവും, ജാവ സ്ക്രിപ്റ്റുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ എവിടെ ചെയ്യും, ഹെഡിങ് ടാഗിൻ്റെ ഉള്ളിൽ ആ സമയത്ത് ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. ഇനി ഫസ്റ്റ് നമുക്ക് എന്താണ്, നമ്മളുടെ അസൈൻമെൻറ്റിലേക്ക് ഒന്ന് വന്ന് നോക്കാം. നമ്മൾ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയ്യാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൗ ഹെൽത്തി ഈസ് യുവർ പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണ്ടൻറ്റാണ് നമുക്ക് വേണ്ടത്.
അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഈ HTML പേജിനെ നമ്മൾ സേവ് ചെയ്യണം. എങ്ങനെയാണ് സേവ് ചെയ്യുക? ഫയലിൽ പോവുക, സാധാരണ ഫയൽ സേവ് ചെയ്യുന്ന മാതിരി സേവ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്, HTML എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഈ HTMLൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു, ഇൻട്രോ ഡോട്ട്. എപ്പോഴും ശ്രദ്ധിക്കണം, ഫയൽ നെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിങ്ങനെ സേവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ജസ്റ്റ് ഇൻട്രോ കൊടുത്ത് സേവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ TXT എന്നാണ് വരിക. ടെക്സ്റ്റാണ് ഡിഫോൾട്ടായിട്ടുള്ള എക്സ്റ്റൻഷൻ വരിക. നമുക്കെന്താണ്, നമുക്ക് വേണ്ടത് HTML ഫോർമാറ്റാണ് അല്ലേ. വെബ് ബ്രൗസറിന് റീഡ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റാണ് ഈ ഫയൽ എന്ന് ആദ്യം നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ സേവ് ചെയ്യുന്ന സമയത്ത് ഫയൽ നെയിം കൊടുത്തതിന് ശേഷം .html എന്ന് നമ്മൾ മെൻഷൻ ചെയ്ത് സേവിൽ ക്ലിക്ക് ചെയ്യുക. സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നമ്മളുടെ ഡെസ്ക്ടോപ്പിൽ വരിക. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇപ്പോൾ അവിടെ ഞാൻ ഇതാണ് നമ്മളുടെ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ. ഈ ഫോൾഡറിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, നമ്മുടെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫയൽ ഉണ്ടാവും. അങ്ങനെ ഇതിൻ്റെ ഐക്കണും എന്തായിരിക്കും, ഒരു വെബ് ബ്രൗസറിൻ്റെ ഐക്കണായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കാണാൻ വേണ്ടി പറ്റുക. സോ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് ഒരു വെബ് പേജിലേക്ക് എന്ത് ചെയ്യും, അത് ഓപ്പണായി വരും. വെബ് പേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഓപ്പണായി, വെബ് ബ്രൗസറിൽ അത് ഓപ്പണായി. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇവിടെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, വിസിബിൾ ആവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒന്നും വിസിബിൾ ആവേണ്ട കണ്ടന്റ് ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ HTML നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ നമ്മളുടെ കോഡ് നമ്മളെടുത്തു. ഇനി എന്താണ്, ടൈറ്റിൽ TITLE. ഇവിടെ ടൈറ്റിലിൻ്റെ സ്പെല്ലിങ്ങിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, TITLE ടൈറ്റിൽ. ഇനി എന്ത് ചെയ്തു, ഞാനതിനെ സേവ് ചെയ്തു. ഓക്കെ. സോ അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കാം. കണ്ടോ, റിഫ്രഷ് ചെയ്തപ്പോൾ നമ്മളുടെ intro.html ആണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത്. ഇനി ഫസ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് വേണ്ടത് ഹൗ ഹെൽത്തി ഈസ് യുവർ പേജ് എന്ന് നമ്മുടെ ബോഡിയിൽ നമുക്ക് വിസിബിളായിട്ട് കാണണം. അതിനെന്ത് ചെയ്തു, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ അതൊരു ഹെഡിങ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ഇപ്പോൾ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഇതിനേക്കാൾ കുറച്ചുകൂടെ എന്തുണ്ട്, ഒരു ബോൾഡ്നെസ് അതിനുണ്ട്, കുറച്ച് കളർ ഒന്ന് തിക്കാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ടൈറ്റിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ഹെഡിങ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള രീതിയിലാണ് നമുക്ക് വെബ് ബ്രൗസറിൽ വരുത്തേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, H1 എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്ത് ആ H1നെ ക്ലോസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കണ്ടന്റിനെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ വെബ് ബ്രൗസർ എന്താണ് ചെയ്യുക, ഈ H1 എന്ന് പറയുന്ന ഓപ്പണിംഗ് ടാഗിൻ്റെയും H1 എന്ന ക്ലോസിംഗ് ടാഗിൻ്റെയും ഉള്ളിൽ വരുന്ന എന്ത് കണ്ടന്റിനെയും അതെന്ത് ചെയ്യും, H1ൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റും. H1 എന്ന് പറയുന്നത് എന്താണ്, ഒരു ടാഗാണ്. ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കോഡിൻ്റെ ഒരു കമാൻഡാണ് ഈ H1 എന്ന് പറയുന്നത്. ഈ H1ൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു സ്പെസിഫിക് ഒരു ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് ചെയ്യേണ്ട കോഡുകളുണ്ട്. അത് നമ്മളല്ല മനസ്സിലാക്കുക, വെബ് ബ്രൗസറാണ് മനസ്സിലാക്കുക. ഇനി ഞാൻ എന്ത് ചെയ്തു, ഫയലിൽ വന്ന് ഇതിനെ സേവ് ചെയ്തു. ഇനി നമ്മളുടെ പേജ്, അതായത് വെബ് ബ്രൗസർ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. സോ എന്ത് കണ്ടു, നമുക്ക് സക്സസ്ഫുള്ളി ആ ഒരു H1നെ വെബ് ബ്രൗസർ നമ്മളുടെ ആ ഒരു ബോഡിയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. നമ്മളുടെ എക്സാമ്പിളിൽ നമുക്കെന്താണ്, ഇത് നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുള്ളതിനേക്കാൾ കുറച്ചും കൂടെ വലുതാണ് അല്ലേ. ആയതുകൊണ്ട് നമുക്ക് ഇതിനൊന്ന് ചെറിയ ഒരു ഹെഡിങ് മതി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒരു H2 എന്ന് പറയുന്ന ഒരു ടാഗിലേക്ക് മാറ്റാം. സേവ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹെഡിങ് സ്റ്റൈൽ ഒന്നുകൂടി ചെറുതായി ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നു. അങ്ങനെ നമുക്ക് എത്ര വരെ കൊടുക്കാം, നമുക്ക് H6 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഹെഡിങ്ങുകളെ കൊടുക്കാൻ വേണ്ടി പറ്റും. H1, H2, H3, H4, H5
സോറി H6 വരെ കൊടുക്കാൻ വേണ്ടി പറ്റും. H6 കൊടുത്തപ്പോൾ വളരെ ചെറുതായി. നമുക്ക് അത്ര ചെറുതല്ല, കുറച്ചുകൂടെ വലുത് വേണം. എന്ത് ചെയ്തു, ഒരു H3 കൊടുത്തു നോക്കാം. നമുക്ക് സേവ് ചെയ്തു, ഇവിടെ വന്നു. ഓക്കെ, H3 ഈ ഒരു സൈസ് മതി നമ്മുടെ ഹെഡിങ്. ഇനി അടുത്ത സംഭവം എന്താണ് നമ്മളുടെ ഇതിൽ വരുന്നത്, കംപ്ലീറ്റ് ദിസ് ആക്ഷൻ ടു കീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് വരുന്നത്. ഈ സെൻറ്റൻസിനെ നമ്മുടെ HTML വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പാരഗ്രാഫ് എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. സോ ആയതിനാൽ ഞാൻ എന്ത് ചെയ്തു, P എന്ന് പറയുന്ന ഒരു ടാഗ് ഓപ്പൺ ചെയ്യുകയും അതിനെ ക്ലോസ് ചെയ്യുകയും ചെയ്തു. എന്ത് സെൻറ്റൻസ് ആണോ നമുക്ക് പാരഗ്രാഫിൻ്റെ ഉള്ളിൽ വരേണ്ടത്, ആ സെൻറ്റൻസിനെ അതിൻ്റെ ഓപ്പണിംഗ് ടാഗിൻ്റെയും ക്ലോസിംഗ് ടാഗിൻ്റെയും ഉള്ളിൽ കൊടുന്ന് പേസ്റ്റ് ചെയ്തു. നാം എന്ത് ചെയ്തു, ഇതിനെ സേവ് ചെയ്തു, നമ്മളുടെ ഫയൽ വന്ന് റിഫ്രഷ് ചെയ്തു. നമുക്ക് എന്താണ് ആ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റൈലിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഇനി എന്താണ് ഇവിടെ പേജ് ഹെൽത്ത് എക്സലൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അല്ലേ. ആ പേജ് ഹെൽത്ത് എക്സലൻ്റ് എന്ന് പറയുന്ന ആ സംഭവത്തിൽ നമുക്കെന്താണ്, ഇതിലെന്താണ് കാണിക്കുന്നത്, ഇതിൻ്റെ കളർ ഒന്നും കൂടെ ഫെയ്ഡായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അത് CSS യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. സോ അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് CSSൻ്റെ ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് വേണ്ട കണ്ടൻറ്റുകൾ നമുക്ക് എങ്ങനെ നമ്മുടെ വെബ് പേജിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. സോ ഞാനിതിനെ കോപ്പി ചെയ്തു. ഇതൊരു ഹെഡിങ്ങിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ H3 കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ H4 കൊടുക്കാം. H4 എന്ന് പറയുന്ന ടാഗിനെ ഓപ്പൺ ചെയ്തു, H4 എന്ന് പറയുന്ന ടാഗിനെ ക്ലോസ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ എന്ത് വരണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു, ദ പേജ് ഹെൽത്ത് എക്സലൻ്റ് എന്ന് പറഞ്ഞിട്ട് വരണമെന്ന് പറഞ്ഞു കൊടുത്തു. അതിനെന്ത് ചെയ്തു, സേവ് ചെയ്തു. ഇവിടെ നമുക്ക് അതിനെ ഡിസ്പ്ലേ ചെയ്തു. ഈ കളറ് കുറച്ച് ഫെയ്ഡായിട്ടാണ് നമ്മളുടെ എക്സാമ്പിളിലുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എങ്ങനെ കളർ ഫെയ്ഡാക്കാം എന്നുള്ളത് CSS വെച്ചിട്ട് നമുക്ക് നോക്കാം, CSSൻ്റെ ക്ലാസ്സിൽ. ഇനി എന്താണ്, ഇവിടെ ഒരു ബാർ വരുന്നുണ്ട്. ആ ബാറിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ജസ്റ്റ് ആ ബാർ കഴിഞ്ഞിട്ട് എന്തുണ്ട്, ഒരു സെൻറ്റൻസ് കൂടി ഉണ്ട്. അതിനെ ഞാനൊരു പാരഗ്രാഫായിട്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യാണ്, ഡിസ്പ്ലേ ചെയ്യുകയാണ്. കാരണം അതൊരു സെൻറ്റൻസ് ആണല്ലോ. ആ ബാർ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ചെയ്യാം. എന്ത് ചെയ്തു, ആ പാരഗ്രാഫ് എന്ന് പറയുന്ന ആ ടാഗിനെ ഞാൻ ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. എന്നിട്ട് എന്താണോ പാരഗ്രാഫ് ആയിട്ട് വരേണ്ടത് അതിനെ അതിൻ്റെ ഓപ്പണിംഗ് ടാഗിൻ്റെയും ക്ലോസിംഗ് ടാഗിൻ്റെയും ഉള്ളിൽ വെച്ചു. പേജ് റിഫ്രഷ് ചെയ്തു. നമുക്ക് ആ ഒരു നമ്മളുടെ എക്സാമ്പിളിലുള്ള ആ ഒരു സംഭവം ഇങ്ങനെ വന്നു. ഇനി നമുക്ക് 2 ബട്ടണാണ് വരേണ്ടത്. ആ 2 ബട്ടൺ നമുക്ക് എന്ത് ചെയ്യാം, ബട്ടൺ എന്നാണ് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. സോ എന്ത് ചെയ്തു, നമ്മളുടെ ഇൻപുട്ട് അതൊരു ഇൻപുട്ടായിരിക്കും. എന്നിട്ട് എന്ത് പറഞ്ഞു, അതിൻ്റെ ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ എന്ന് പറഞ്ഞു കൊടുത്തു, BUTTON എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് നമുക്ക് ആ രീതിയിൽ തന്നെ പോകാം. 2 രീതിയിൽ ബട്ടൺ ഇൻസേർട്ട് ചെയ്യാം. ഞാനിപ്പോൾ എന്ത് പറഞ്ഞു, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ, വാല്യൂ ഈക്വൽ ടു വെൽക്കം ടു ഇൻസ്റ്റഗ്രാം. എന്താണ് നമ്മൾ കണ്ടത്, കണക്ട് ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ. സോ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്തെഴുതി, കണക്ട് ടു ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ എഴുതി. സോ നമുക്ക് ഇതിനെ വീണ്ടും ഞാൻ സേവ് ചെയ്തു, തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. സോ നമുക്ക് ഇപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ, ബേസിക് സ്റ്റൈലാണ് HTML, ബേസിക് ആയിട്ടൊരു HTMLൻ്റെ ബട്ടൺ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ CSS വരുമ്പോൾ ആ സ്റ്റൈലൊക്കെ നമുക്ക് മാറ്റി കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്താണ്, നമ്മളിവിടെ തിരിച്ച് വരിക. നെക്സ്റ്റ് വന്നിട്ടുള്ളത് വീണ്ടും ഒരു ബട്ടണാണ്, അത് സീ മോർ എന്ന് പറയുന്ന ബട്ടണാണ്. സോ നമുക്കെന്താണ്, ഈ 2 ബട്ടണും സെയിം അല്ല, വിഡ്ത്തിലും ഹൈറ്റിലും അതിൻ്റെ കളറിലും എല്ലാം വ്യത്യാസമുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് കണ്ടൻറ്റ് വെബ് പേജിലേക്ക് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റൈലെല്ലാം മാറ്റുക. അത് CSSൻ്റെ ക്ലാസ് പോയാൽ സെയിം ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് CSS എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. ആ CSSൻ്റെ ക്ലാസ്സിൽ പോയാൽ നിങ്ങൾക്ക് എന്താണ് അതിനെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ തിരിച്ച് വന്ന് എന്ത് ചെയ്തു,
ഒരു ഇൻപുട്ട് ബട്ടനും കൂടി വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു, അതിൻ്റെ വാല്യൂ മാത്രം ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ മാറ്റി കൊടുക്കുകയാണ്. എന്താണ് സി മോർ അല്ലേ, ഞാൻ എന്ത് പറഞ്ഞു, സി മോർ എന്ന് പറഞ്ഞു. എന്തും വാല്യൂ കൊടുക്കുന്നതൊക്കെ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ, അതാരും മറക്കരുത്. അത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയാലും നമ്മളുടെ ബാക്കിയുള്ള അസൈൻമെൻറ്റുകൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അതിന് ഒന്നും കൂടി സെറ്റാവും. സോ ഡോണ്ട് വറി. ഇവിടെ സേവ് ചെയ്തു. നമ്മൾ റീഫ്രഷ് ചെയ്തപ്പോൾ അതെന്ത് വന്നു, സെയിം ലൈനിൽ തന്നെ വന്നു. നമ്മളവിടെ കണ്ടത് ഒരു ലൈനിൽ കഴിഞ്ഞ് പിന്നെ ഒരു ലൈനിലാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ടാഗ് അപ്ലൈ ചെയ്യാം. ഞാൻ എന്ത് പറഞ്ഞു, അതിനെ ബ്രേക്ക് എന്ന് പറഞ്ഞു. ഈ ബ്രേക്കിന് എന്തില്ല, ഓപ്പണിംഗ് ടാഗും ഇല്ല, ബ്രേക്കിന് ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, ബട്ട് എന്തില്ല, ക്ലോസിംഗ് ടാഗ് ഇല്ല. ഇത് രണ്ടും കൂടെ ഇങ്ങനെയാണ് ചെയ്യുക. ഇവിടെ തന്നെ ഓപ്പൺ ചെയ്തു, അവിടെ തന്നെ ക്ലോസ് ചെയ്തു. എങ്ങനെ, ഇവിടെ നമ്മൾ ഫ്രണ്ട് സ്ലാഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി എന്താണ്, ബ്രേക്ക്, അവിടെ ഒരു ബ്രേക്ക് പോയിന്റ് വേണം. പക്ഷേ ആ ബ്രേക്ക് പോയിന്റിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്ന ആ ടാഗ് അവിടെ തന്നെ ഓപ്പൺ ചെയ്ത് അവിടെ തന്നെ ക്ലോസ് ചെയ്യാണ്. അതിൻ്റെ മീനിങ് എന്താണ്, ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ് വേണമെന്നാണ്. നമ്മൾ എന്ത് ചെയ്തു, അതിനെ സേവ് ചെയ്തു, ഇവിടെ വന്നു. സോ അത് ബ്രേക്ക് പോയിന്റ് ആയി, നെക്സ്റ്റ് ലൈനിലേക്ക് വന്നു. ഇത്ര സിമ്പിളാണ് HTML. ഓക്കെ, ഇനി HTMLൻ്റെ ബാക്കി ടാഗുകളെ നമുക്ക് എന്താണ് 1 by 1 ആയിട്ട് ഓരോ എക്സാമ്പിളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പരിചയപ്പെടാം. ഇപ്പം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് വെബ് പേജിലേക്ക് എങ്ങനെ നമുക്ക് വേണ്ട കണ്ടൻറ്റുകളെ കൊണ്ടുവരാം എന്നുള്ള സംഭവത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. ഇനി എന്താണ്, CSSൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സെയിം എക്സാക്റ്റ് ആയിട്ടുള്ള സാധനം എങ്ങനെ ചെയ്യുക, അവിടെ ഗ്രീൻ കളർ എങ്ങനെ വരുത്തുക, ഇതിനെ എങ്ങനെ നല്ല കോൺട്രാസ്റ്റ് കളർ കൊടുക്കുക, ഇതിനെ എങ്ങനെ കളർ ഒന്നും കൂടി ഡിമ്മാക്കി കൊടുക്കുക, ഈ ബട്ടൺ സ്റ്റൈലൊക്കെ എങ്ങനെ മാറ്റുക എന്നുള്ളത് CSS യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഇവിടെ എന്താണ്, കണ്ടൻറ്റ് മാത്രമേ നമ്മൾ കൊണ്ടുവരുന്നുള്ളൂ. ബാക്കിയുള്ള സ്റ്റൈലും എഫക്റ്റുകളും ഒക്കെ കൊടുക്കുന്നത് എന്താണ്, CSS ആണ്. ഓക്കെ, ആ CSS പഠിക്കുമ്പോൾ നമുക്കൊന്നും കൂടെ മനസ്സിലാവും. So everybody stay tuned. We will see you in the next video.